തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം ഓരോരുത്തർക്കും ഓരോ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ സൂക്ഷിച്ചോണം. അതിനേക്കാൾ വലിയ കാര്യങ്ങൾക്ക് പോകരുത്. സദൃശവാക്യങ്ങൾ 22-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അനവധി സമ്പത്തിലും സൽകീർത്തിയും വെള്ളിയിലും പൊന്നിലും കൃപയും നല്ലത്. സത്കീർത്തിയും കൃപയുമാണ് നല്ലത്. നമ്മളെപ്പറ്റിയുള്ള നല്ല കേൾവി ദൈവകൃപയാണ് നല്ലത്. നമ്മളെപ്പറ്റി നല്ലത് കേൾക്കുന്നത്. നമുക്കെല്ലാം വി ഓൾ വാണ്ട് ടു ഹാവ് എ ഗുഡ് റെപ്യൂട്ടേഷൻ. ഒരു നല്ല കീർത്തി, നല്ല സൽപ്പേര് ഉദ്ദേശിക്കുന്നവരാണ് നമ്മൾ. യു ആർ ഓണറിങ് ഗോഡ്, ബട്ട് അതർ പീപ്പിൾ ടാർണിഷ് യുവർ റെപ്യൂട്ടേഷൻ. നിൻ്റെ റെപ്യൂട്ടേഷൻ കളയുവാൻ മറ്റുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഹിയർ ഈസ് എ കീ. യു ഹാവ് ടു പുട്ട് യുവർ റെപ്യൂട്ടേഷൻ ഇൻ ഗോഡ്സ് ഹാൻഡ്സ്. നിന്നിലുള്ളത് മുഴുവൻ ദൈവത്തിൽ സമർപ്പിക്കുക. നിൻ്റെ സമ്പത്തും നിൻ്റെ വെള്ളിയും പൊന്നും ഒക്കെ ദൈവത്തിൽ സമർപ്പിക്കുക. അപ്പോൾ ആ കൃപയും സൽകീർത്തിയും വരുന്നത് അവിടെയാണ്. ദ സ്ക്രിപ്ചർ സേയ്സ് ഗാഡ് യുവർ റെപ്യൂട്ടേഷൻ, ബട്ട് ഇറ്റ് സേയ്സ് ഗാഡ് യുവർ ഹാർട്ട്. നിൻ്റെ ഹൃദയമാണ് സൂക്ഷിക്കണ്ടേ. നിൻ്റെ റെപ്യൂട്ടേഷൻ നീ സൂക്ഷിക്കണ്ട. നീ സൂക്ഷിച്ചാൽ ഒക്കെയില്ല. ബട്ട് ഇറ്റ് സേയ്സ് ഗാഡ് യുവർ ഹാർട്ട്. നിൻ്റെ ഹൃദയം സൂക്ഷിക്കുക. ഗാർഡിങ് യുവർ റെപ്യൂട്ടേഷൻ ഈസ് നോട്ട് യുവർ ജോബ്. നമ്മുടെ റെപ്യൂട്ടേഷൻ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ജോലിയല്ല. ലീവ് യുവർ റെപ്യൂട്ടേഷൻ ഗോഡ്സ് ഹാൻഡ്സ്. നമ്മളുടെ റെപ്യൂട്ടേഷൻ ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുക. ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുമ്പോൾ ദൈവമാണത് സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തിൽ സമർപ്പിച്ച് നമ്മളുടെ സ്ഥാനം സൂക്ഷിക്കാൻ, അവരോരെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനം സൂക്ഷിക്കുവാൻ സഹായിക്കട്ടെ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അവരവരുടെ സ്ഥാനം സൂക്ഷിക്കുവാൻ, ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുവാൻ, അവരവരെ ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിച്ച് ആ സ്ഥാനത്തെ അനുഗ്രഹമാക്കി തീർക്കുവാൻ സഹായിക്കണം. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, എം പിമാർ, MLA മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ, വിവിധ മാധ്യമങ്ങളിലും ചാനലുകളിലും വർക്ക് ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, സ്കൂളുകൾ, കോളേജുകൾ, വിദ്യാർത്ഥികൾ, ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളിലും പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, അവരെ അയച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, കർത്താവെ, അവരെ നീ സംരക്ഷിച്ച് കാത്തുകൊള്ളുന്ന, അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ, അനധ്യാപകർ, പ്രഥമ അധ്യാപകർ, ഒരു പരീക്ഷാ കാലഘട്ടത്തിൻ്റെ നടുവിലൂടെ പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ചുകൊള്ളണം. WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിച്ചു. ബെഡിഡനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, വഴിയോരങ്ങളിൽ കഴിയുന്നവർ, ജയിലുകളിൽ കഴിയുന്നവർ, ഓർഫനേജുകളിൽ കഴിയുന്നവർ, തങ്ങളുടെ സ്ഥാനം മാനം അറിയാതെ പ്രവർത്തിക്കുന്നവർ, എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സർവീസ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ ഉള്ള പ്രിയപ്പെട്ടവരെല്ലാം എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ കരുണകൃപ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും അവരുടെ റെപ്യൂട്ടേഷൻ സൂക്ഷിക്കുവാൻ, അസത്കീർത്തി സൂക്ഷിക്കുവാൻ, കൃപ സൂക്ഷിക്കുവാൻ, ദൈവത്തിൻ്റെ കാര്യത്തിൽ ഏൽപ്പിച്ച് മുൻപോട്ട് നീങ്ങുവാൻ എല്ലാ പ്രിയവർണ്ണക്കളെയും ഒരുപോലെ ഒരുക്കിയെടുക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം, യേശു മൂലം പ്രാർത്ഥന കേൾക്കണം. നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു.